കൊള്ളാം കൊള്ളാം, പിള്ള മനസ്സിൽ കള്ളമില്ല എന്നതല്ലേ സത്യം. പക്ഷേ ഈ പിള്ളക്കകത്ത് മൊത്തമുള്ളതും കള്ളം മാത്രമാണ്. തൃശ്ശൂരിലെ വാർത്താ സമ്മേളനത്തിൽ പിള്ള തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളിലോട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തൃശ്ശൂരിൽ താൻ മത്സരിച്ചു കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും, പക്ഷേ മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്നതാണ് പിള്ള തുറന്നു പറഞ്ഞത്. കാരണമായി പറഞ്ഞതാണ് ഏറെ ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതും തമാശയാക്കി ട്രോളന്മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകുപ്പും നൽകിയത്. അധികാരത്തോട് പിള്ളക്ക് താല്പര്യമില്ല. പാവം BJP നേതാക്കന്മാർ. അധികാരത്തോടും ഇവർക്ക് താല്പര്യമൊന്നുമില്ല. ഇവർക്ക് കലാപത്തോടും വർഗീയ ലഹളയോടും ജാതിയുടെ പേരിൽ മനുഷ്യനെ വേട്ടയാടുന്നതോടും പ്രവർത്തകരെ മുന്നിൽ നിർത്തി നാടകം കളിക്കുന്നതോടും വിശ്വാസത്തെ മുന്നിൽ നിർത്തി നാടകം കളിക്കുന്നതിനോടൊക്കെയാണ് ഇവർക്ക് താല്പര്യമുള്ളത്. ഇവർക്ക് അധികാരത്തോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം കേരളത്തിൽ BJPയുടെ നേതാക്കന്മാർ മത്സരിച്ച് വിജയിക്കാത്തത്. പാവം, എത്ര സത്യസന്ധമായിട്ടാണ് പിള്ള തുറന്നു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെയല്ലേ പരസ്യമായിട്ട് ശബരിമല വിഷയത്തിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, അതുകൊണ്ട് പ്രവർത്തകരൊക്കെ സജ്ജമായി നിൽക്കുക എന്ന് തുറന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല, ഈ പിള്ളക്കകത്ത് കള്ളമുണ്ട് എന്നുള്ളത്. പിള്ള സാറ് പറഞ്ഞതല്ലേ, എന്താണ് പിന്നെ നോക്കാനുള്ളത്? എന്തായാലും പിള്ള സാറ് പറഞ്ഞ അതേ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കും. BJP നേതാക്കൾ പിള്ള സാറിൻ്റെ വാക്കുകൾ കടമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പല മണ്ഡലങ്ങളിലും ഇവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല നേതാക്കന്മാരുടെയും പേരുകൾ വരുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, പക്ഷേ അവിടെ മത്സരിക്കാൻ താൻ തയ്യാറുമല്ല. കാരണം ഈ മത്സരിച്ച് കിട്ടുന്ന അധികാരത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഇത് ശ്രീധരൻപിള്ള പച്ചക്ക് നല്ല രീതിയിൽ തുറന്നു പറഞ്ഞപ്പോൾ BJPയുടെ പല നേതാക്കന്മാരും ഇത് രഹസ്യമാക്കിയും പരസ്യമാക്കിയും തുറന്നു പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും BJP നേതാക്കന്മാരുടെ പുതിയ ചലഞ്ച് കൊള്ളാം. അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ വിജയിക്കും, പക്ഷേ മത്സരിക്കാൻ തയ്യാറല്ല. കാരണം അധികാരത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ മത്സരിക്കാതെ ലഭിക്കുന്ന അധികാരത്തോട് തങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കേന്ദ്രം എന്തെങ്കിലും മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തന്നാൽ, എന്തെങ്കിലുമൊക്കെ സീറ്റൊക്കെ തന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾക്ക് അപ്പോൾ അധികാരത്തോട് താല്പര്യമുണ്ട്. പക്ഷേ ജനവിധി തേടി ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി വരാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ആ പരീക്ഷണത്തിന് ഞങ്ങൾ മുന്നോട്ട് വരികയുമില്ല. അതിന് താഴെ തട്ടിലുള്ള കുറച്ച് നേതാക്കളുണ്ട്, അവരും മതി. അതാണ് ശ്രീധരൻപിള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്നും, സംസ്ഥാന നേതാവായി തുടരാം, എന്തെങ്കിലും കേന്ദ്രം വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാനം തരുമല്ലോ, ആ പ്രതീക്ഷയിൽ നിൽക്കുകയാണ് പാവം പിള്ളയും കൂട്ടരും. പിള്ളയും കൂട്ടരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷേ പിള്ള മുന്നിലോട്ട് വെച്ച ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ BJPയുടെ പല നേതാക്കന്മാരും തയ്യാറാണ്. അൽഫോൻസ് കണ്ണന്താനം ഇപ്പോൾ തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്ത് മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയ വിവരം. അപ്പോൾ എന്തായാലും ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും, പക്ഷെ മത്സരിക്കാൻ ഞാൻ തയ്യാറുമല്ല. കാരണം അധികാരത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.